ഓം ശാന്തി. 17/12/79 ബാബയുടെ വാണിയുടെ സാരം. ഹോളി ഹൻസ് और അമൃത് വേളാരൂപി മാൻസരോവർ. ഹോളി ഹംസവും അമൃതവേളയാകുന്ന മാനസ സരോവരവും. ബാബ പറയുന്നു, आज चारों ओर के रूहानी हंसों व होली हंसों के संगठन को देख रहे हैं. ഇന്ന് നാലുപാടുമുള്ള ആത്മീയ ഹംസങ്ങളുടെ, അതായത് ഹോളി ഹംസങ്ങളുടെ, പവിത്രമായ ഹംസങ്ങളുടെ സംഘടനയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സഭി ഹോളി ഹൻസ് സദാ ജ്ഞാൻ രത്തൻ ഗ്രഹൺ കർത്തെ ഔർ കരാത്തെ ഹി. എല്ലാ ഹോളി ഹംസങ്ങളും സദാ ജ്ഞാനരത്നങ്ങൾ ഗ്രഹിക്കുകയും മറ്റുള്ളവരെ ഗ്രഹിക്കുവാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹൻസോങ്ക ഭോജൻ അമൂല്യ മോത്തി ഹോത്തെ ഹി. ഹംസങ്ങളുടെ ഭോജനം അമൂല്യങ്ങളായ മുത്തുകളാണ്. ऐसे ही आप सब होली हंसों के बुद्धि का भोजन ज्ञान रत्न है. ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാ ഹോളി ഹംസങ്ങളായിട്ടുള്ള കുട്ടികളുടെയും ബുദ്ധിയുടെ ഭോജനം ജ്ഞാനരത്നങ്ങളാണ്. അമൃത് വേളെ സേ बाप दादा के साथ रूह रूहान द्वारा रूहानी मिलन द्वारा ज्ञान रत्नों को धारण करते हो. അപ്പൊ അമൃതവേള മുതൽ ബാബ്ദാദയോടൊപ്പം ആത്മീയ സംഭാഷണത്തിലൂടെയും അതുപോലെ ആത്മീയ മിലനത്തിലൂടെയും ജ്ഞാനരത്നങ്ങളെ കുട്ടികൾ ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശക്തിയോങ്കോ ധാരൺ കർത്തേഹോ. ശക്തികളെ ധാരണ ചെയ്യുന്നു. ഐസെ ഹി സാരാ ദിൻ മനൻ ശക്തി ദ്വാരാ धारण किए हुए रत्नों को व शक्तियों को अपने जीवन में धारण कर और औरों को कराते हो. അപ്പൊ ഇങ്ങനെ മുഴുവൻ ദിവസവും തന്റെ മനനശക്തിയിൽ കൂടി മനസ്സിലാക്കിയ ജ്ഞാനരത്നങ്ങളെയും അതേപോലെ തന്നെ ശക്തികളെയും തന്റെ പ്രായോഗിക ജീവിതത്തിൽ ധാരണ ചെയ്യുകയും മറ്റുള്ളവരെയും ധാരണ ചെയ്യുവാൻ സഹായിക്കുകയും കുട്ടികൾ ചെയ്യുന്നുണ്ട്. അമൃത് വേളയെ മിലൻ മനാനേക്ക് ശക്തി. ബാബ പറയുന്നു, അമൃതവേളയിൽ ബാബയുമായിട്ടുള്ള മിലനം ആഘോഷിക്കുന്നതിനുള്ള ശക്തിയും ഗ്രഹൺ കർണേ അർത്ഥാത് ധാരൺ കർണേക്ക് ശക്തി, ഗ്രഹിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ധാരണ ചെയ്യുന്നതിനുള്ള ശക്തി ബാപ് ദ്വാര ഹർ റോസ് കെ വിശേഷ शुद्ध संकल्प रूपी प्रेरणा को कैच करने की शक्ति सबसे ज्यादा आवश्यक है. ഓ ബാബ പറയുന്നു, അമൃതവേളയിൽ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട ശക്തികൾ ഇതാണ്. ബാബയുമായിട്ട് മിലനം ചെയ്യുന്നതിനുള്ള ശക്തി, മറ്റൊന്ന് ഗ്രഹിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ധാരണ ചെയ്യുന്നതിനുള്ള ശക്തി, മറ്റൊന്ന് ബാബയിൽ നിന്നും മുഴുവൻ ദിവസവും കുട്ടികൾക്ക് ലഭിക്കുന്ന വിശേഷിച്ചിട്ടുള്ള ശുദ്ധ സങ്കല്പങ്ങളുടെ പ്രേരണകളെ ക്യാച്ച് ചെയ്യുന്നതിനുള്ള, പിടിച്ചെടുക്കുന്നതിനുള്ള ശക്തി. ഇവ വളരെയധികം കൂടുതൽ ആവശ്യമാണ്. അമൃത് വേള के समय हर एक धारण करने की शक्ति द्वारा धारणा मूर्त बन जाते हैं. അമൃതവേളയുടെ സമയം ഓരോ കുട്ടികളും ധാരണ ചെയ്യുവാനുള്ള ശക്തിയിലൂടെ ധാരണാമൂർത്തിയായി മാറുന്നു. അമൃത് വേളയെ വിശേഷ ദോ മൂർത്തിയാം ചാഹിയെ. അപ്പോ അമൃതവേളയിൽ കുട്ടികൾ എല്ലാവരും വിശേഷിച്ച് 2 മൂർത്തികളായിട്ടാണ് ഇരിക്കേണ്ടത്. ഏക് ധാരണാമൂർത്തി, ദൂസര അനുഭവി മൂർത്തി. ഒന്ന് ധാരണാമൂർത്തിയായിട്ടും മറ്റൊന്ന് അനുഭവി മൂർത്തിയായിട്ടും. क्योंकि अमृत वेले बाप दादा विशेष बच्चों के प्रति दादा के स्वरूप और मिलन मनाने के लिए सर्व संबंधों के स्नेह संपन्न स्वरूप सर्व खजानों से
झोली भरने वाले भोले भंडाരി के रूप में होते हैं. അപ്പൊ ബാബ പറയുന്നു, എല്ലാ കുട്ടികളും അമൃതവേളയിൽ രണ്ട് മൂർത്തിയായി ഇരിക്കണം. ഒന്ന് ധാരണാമൂർത്തിയായിട്ടും മറ്റൊന്ന് അനുഭവി മൂർത്തിയായിട്ടും. അതിന്റെ കാരണം ബാബ പറയുകയാണ്, ഈ അമൃതവേള സമയത്ത് ബാബയുടെ അവസ്ഥ ഇതാണ്. ബാബ്ദാദ വിശേഷിച്ചും കുട്ടികൾക്ക് വേണ്ടി ദാതാവിന്റെ രൂപത്തിൽ വന്നിരിക്കും. ബാബ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ മുന്നിൽ ദാതാവിന്റെ രൂപത്തിലേക്ക് വരുന്നു. അതേപോലെ തന്നെ കുട്ടികളുമായിട്ട് മിലനം ചെയ്യുന്നതിന് വേണ്ടി സർവസംബന്ധങ്ങളുടെയും സ്നേഹസമ്പന്ന സ്വരൂപത്തിലേക്ക് വരുന്നു. ദാതാവിന്റെ രൂപത്തിലേക്ക് വരുന്നു. സർവസംബന്ധങ്ങളുടെയും സമ്പന്നമായ സ്വരൂപത്തിലേക്ക് ബാബ വരുന്നു. മറ്റൊന്ന്, സർവ ഖജനാവുകളാലും കുട്ടികളുടെ സഞ്ചി നിറയ്ക്കുന്ന ഒരു ഭോലെ ഭണ്ഡാരി, നിഷ്കളങ്കനായ ഖജനാവ് സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ കലവറക്കാരനായിട്ട് ബാബ വരുന്നു. ഉസ് സമയം ജോ ഭീ കർണ ചാഹോ, ആ സമയത്ത് അമൃതവേള സമയത്ത് ബാബ തന്റെ വിശേഷ രൂപത്തിൽ വരുമ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് എന്തെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ, അതായത് ബാപ്കോ മനാന ചാഹോ, ബാബയെ സന്തോഷിപ്പിക്കാൻ, ബാബയുമായിട്ടുള്ള മിലനം ആഘോഷിക്കാനായിക്കോട്ടെ, റിച്ഛാന ചാഹോ, ബാബയെ സന്തോഷിപ്പിക്കാനായിക്കോട്ടെ, സംബന്ധ നിഭാന ചാഹോ, ബാബയിൽ നിന്നും സർവസംബന്ധങ്ങളും അനുഭവിക്കാനായിക്കോട്ടെ, സഹജ വിധിക അനുഭവിച്ചാഹോ, സഹജമായ മാർഗത്തിന്റെ അനുഭവം ചെയ്യാനായിക്കോട്ടെ, സർവവിധിയാം അവർ സിദ്ധിയാം സഹജ പ്രാപ്ത കർ സക്തേ ഹോ. അപ്പോ നമ്മളുടെ സുഗമമായ രാജയോഗി ജീവിതത്തിന് ആവശ്യമായ എല്ലാ മാർഗങ്ങളും, മാത്രമല്ല ആ മാർഗങ്ങളിൽ കൂടിയുള്ള സഫലതകളും വളരെ സഹജമായിട്ട് നമുക്ക് പ്രാപ്തമാക്കാൻ കഴിയുന്ന സമയമാണ് അമൃതവേള എന്ന് പറയുന്നത്. പ്രാപ്തി കെ ഭണ്ഡാർ और देने वाला दादा സഹജ ഹി പ്രാപ്ത ഹോ സക്താ ഹി. അപ്പോ പ്രാപ്തികളുടെ മുഴുവൻ ഭണ്ഡാരവും അത് കൂടാതെ തന്നെ അത് നൽകുന്ന ദാതാവിനെയും വളരെ സഹജമായിട്ട് പ്രാപ്തമാക്കാൻ കഴിയുന്ന സമയമാണ് അമൃതവേള. സർവഗുണോങ്കി ഖാനെ, സർവഗുണങ്ങളുടെയും ഖനികൾ, അതേപോലെ സർവശക്തിയോങ്കി ഖാനെ, സർവശക്തികളുടെയും ഖനികൾ, ഖജനാവുകൾ ബച്ചോങ്കേലിയെ ഖുലീഹി. അമൃതവേള സമയത്ത് കുട്ടികളുടെ മുന്നിൽ ബാബ തുറന്നു വെച്ചിരിക്കുകയാണ്. अमृत वेले के एक सेकंड का अनुभव सारे दिन और रात में सर्व प्राप्ति के स्वरूप के अनुभव का आधार है. അപ്പോൾ അമൃതവേളയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സെക്കൻഡിന്റെ ആയിക്കോട്ടെ അനുഭവം മുഴുവൻ ദിവസവും രാത്രിയിലും നമുക്ക് സർവപ്രാപ്തികളുടെയും സ്വരൂപത്തിന്റെ അനുഭവം കിട്ടുന്നതിനുള്ള ആധാരമാണ്. അതായത് മുഴുവൻ ദിവസവും രാത്രിയും നമുക്ക് സർവപ്രാപ്തികളും അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അമൃതവേളയുടെ ഈ ഒരു സെക്കൻഡിന്റെയെങ്കിലും അനുഭവം നമുക്ക് ആവശ്യമാണ്. बाप दादा भी हर एक को जी भर करके बातें करने के लिए ബാബ പറയാണ്, ബാബ്ദാദെ ആ സമയത്ത് എന്താ ചെയ്തത്? ഓരോ കുട്ടികളുടെയും മുന്നിൽ തൃപ്തനായിട്ട് വളരെ സംതൃപ്തിയോടുകൂടി കുട്ടികളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബാബ തയ്യാറാണ്. മാത്രമല്ല ഫരിയാദ് സുന്നേക്കേലി, കുട്ടികളുടെ മുഴുവൻ ആവലാതി കേൾക്കുവാനും ആ സമയത്ത് ബാബ തയ്യാറാണ്. കംസോരി മിഠാനേക്കേലി, കുട്ടികളുടെ മുഴുവൻ ദുർബലതകളും ഇല്ലാതാക്കുന്നതിനും അനേക പ്രകാർക്കെ പാപ ദക്ഷാനേക്കേലി, അതേപോലെ തന്നെ അനേക തരത്തിലുള്ള പാപങ്ങളെ ക്ഷമിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലാഡ് പ്യാർ ദേനേക്കേലിയെ, കുട്ടികളെ കൊഞ്ചിക്കുന്നതിനും കുട്ടികൾക്ക് വാത്സല്യം നൽകുന്നതിനും സബ് ബാത്തോം കേലിയെ ഫ്രീ ഹി. ആ സമയത്ത് അമൃതവേള സമയത്ത് ബാപ്ദാദ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി കുട്ടികളുടെ മുന്നിൽ ഫ്രീ ആയിട്ട് ബാബ ഇരുന്നു തരും. വേ സമയ ഒഫീഷ്യൽ നഹി ഹി,
ആ സമയത്ത് ബാബയുടെ ഒരു ഔദ്യോഗിക രൂപമല്ല ഉള്ളത്. ഭോലെ ഭണ്ഡാരിക്ക് രൂപമേഹി, നിഷ്കളങ്കനായ ഒരു ഭണ്ഡാരിയുടെ രൂപത്തിലാണ്, നിഷ്കളങ്കനായ ഒരു ഖജനാവ് സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ നിഷ്കളങ്കനായ ഒരു കലവറക്കാരന്റെ രൂപത്തിലാണ് ബാബ. ഇത്തന ഗോൾഡൻ ചാൻസ് ഹോത്തെ ഹുയേ ഭി, ഇത്രയും സുവർണാവസരം ഉണ്ടായിട്ട് പോലും കോയി ബച്ചെ ചാൻസ് ലേ രഹേ ഹേ, ചില കുട്ടികൾ അതിന്റെ അവസരം എടുക്കുന്നുണ്ട്. അവർ കോയി കിനാരെ ചാൻസ് ലേനെ വാലോങ്കോ ദേഖ് രഹേ ഹേ. ഇത്രയും നല്ലൊരു സുവർണാവസരം കുട്ടികൾക്കുണ്ട്, ദിവസവുമുണ്ട് അമൃതവേള സമയം. പക്ഷെ ചില കുട്ടികൾ ആ അവസരത്തിന്റെ ഭാഗ്യം എടുക്കുന്നുണ്ട്. പക്ഷെ മറ്റു ചില കുട്ടികൾ അവസരം എടുക്കുന്നവരെ കണ്ടുകൊണ്ട് മാറിയിരിപ്പുണ്ട്. ക്യോ ചാഹന ഭി ഹേ ഫിർ ഭി ക്യോ ബീച്ച് മേ ക്യാ രുക്കാവട്ട് ഹേ ഉസ്കോ ജാൻതേ ഹോ. അപ്പോ ബാബ ചോദിക്കുന്നു, കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നത്? അതേപോലെ എന്ത് തടസ്സങ്ങളാണ് കുട്ടികൾക്ക് ഈ അമൃതവേളയിൽ ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ എന്ന് ബാബ ചോദിക്കുകയാണ്. ചാഹത്തെ ഹുയേ ഭി പ്രാപ്തിയോം സെ വഞ്ചിത് ക്യോ, ആഗ്രഹമുണ്ട് പ്രാപ്തികൾ നേടാൻ, പക്ഷെ ആഗ്രഹം ഉണ്ടായിട്ട് പോലും കുട്ടികൾ ഈ പ്രാപ്തികളിൽ നിന്നും വഞ്ചിക്കപ്പെട്ടു പോകുന്നു. അതിന് കാരണം എന്താണ്? ബാബ പറയുകയാണ്, മായാധി ബിഡി ചതുർഹി, മായയും വളരെ സൂത്രശാലിയാണ്. മായ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ തന്നെ ദുർബലതകളാണ്, പക്ഷെ മായ വളരെ സൂത്രശാലിയാണ്. വിശേഷ് ഉസ് സമയം ബാപ് സെ കിനാരെ കർണേ കേ ലിയേ ആ ജാത്തി ഹെ, വിശേഷിച്ചും അമൃതവേള സമയത്ത് കുട്ടികളെ ബാബയിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി മായ വരും. വിശേഷ് ബഹാനെ ബാജി കെ ഖേൽ മേ ബച്ചോं को रिझा लेती है. വിശേഷിച്ച് മായ അവിടെ എടുക്കുന്ന കളി ഇതാണ്, ഒഴിവ് കഴിവിന്റെ കളിയാണ് എടുക്കുന്നത്. അങ്ങനെ ഒഴിവ് കഴിവ് പറഞ്ഞിരിക്കുവാൻ പറയുന്ന കാര്യത്തിൽ കുട്ടികളെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കും. जैसे बासीगर अपने बासी में लोगों को आकर्षित कर लेते हैं. ഇപ്പൊ ഒരു മായാജാലക്കാരൻ, ആ കക്ഷി അദ്ദേഹത്തിന്റെ ഓരോരോ മായാജാലങ്ങൾ കളികൾ കാണിച്ച് ആളുകളെ ആകർഷിക്കാറുണ്ട്. വൈസേ മായാഭി അനേക പ്രകാർക്കെ, അപ്പൊ അതേപോലെ തന്നെ മായയും അമൃതവേള സമയത്ത് അനേക തരത്തിലുള്ള അലബേലേപ്പൻ, അശ്രദ്ധയുടെയും ആലസ്യത്തിന്റെയും അതേപോലെ വ്യർത്ഥ സങ്കല്പി ബഹാനെ ബാജിനെ റിച്ചാലെത്തി, വ്യർത്ഥ സങ്കല്പങ്ങളുടെയും ഒഴിവ് കഴിവുകളിൽ കുട്ടികളെ ഇങ്ങനെ സന്തോഷിപ്പിക്കും. അശ്രദ്ധയുടെയും അലസതയുടെയും അതേപോലെ തന്നെ വ്യർത്ഥ സങ്കല്പങ്ങളുടെയും കളികളിൽ കുട്ടികളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും മായ. ഇസ്ലിയെ ഗോൾഡൻ ചാൻസ് കോ ഗവാലത്തെ ഹി, അങ്ങനെ ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഈ സുവർണ അവസരത്തെ നഷ്ടപ്പെടുത്തുന്നു. और फिर ऐसे समय को गंवाने के कारण, सहज प्राप्ति से वंचित होने के कारण सारा दिन का कमजोर फाउंडेशन हो जाता है. അങ്ങനെ ഈ സമയത്തെ സുവർണാവസരത്തെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് കുട്ടികൾ സഹജ പ്രാപ്തിയിൽ നിന്നും വഞ്ചിക്കപ്പെട്ടു പോകുന്നു. ഈസി ആയിട്ട് നേടാൻ പറ്റുമായിരുന്നു പ്രാപ്തികൾ, പക്ഷെ സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് കുട്ടികൾ വഞ്ചിക്കപ്പെട്ടു പോകുന്നു. അത് കാരണം മുഴുവൻ ദിവസവും കുട്ടികൾ അനുഭവിക്കേണ്ട ആ പ്രാപ്തികളുടെ ഫൗണ്ടേഷൻ ദുർബലമാകുന്നു. सारे दिन में चाहे कितने भी पुरुषार्थ करे, लेकिन सारे दिन की आदि अर्थात फाउंडेशन समय कमजोर होने के कारण मेहनत ज्यादा करनी पड़ती, प्राप्ति कम होती है. അപ്പോ മുഴുവൻ ദിവസത്തിലും എത്രത്തോളം ബാക്കി സമയം പുരുഷാർത്ഥം ചെയ്താലും മുഴുവൻ ദിവസത്തിന്റെയും ആദ്യ സമയമായ, അതായത് ഫൗണ്ടേഷൻ സമയമായ അമൃതവേള ദുർബലമാകുന്നത് കാരണം കുട്ടികൾക്ക് മുഴുവൻ ദിവസവും കൂടുതൽ പരിശ്രമിക്കേണ്ടി വരുന്നു. പക്ഷേ പ്രാപ്തി കുറവുമായിരിക്കും. പരിശ്രമിക്കുന്നതിനനുസരിച്ചുള്ള പ്രാപ്തി ലഭിക്കുകയില്ല. പ്രാപ്തി കം ഹോനേക്കെ കാരൻ, പ്രാപ്തി കുറഞ്ഞു പോകുന്നത് കൊണ്ടുള്ള കുഴപ്പം എന്താണ്?
ദോ പ്രകാർ കി അവസ്ഥ കാ അനുഭവ് കർത്തേ ഹേ. പ്രാപ്തി കുറഞ്ഞു പോകുന്നത് കൊണ്ട് കുട്ടികൾക്ക് രണ്ട് തരത്തിലുള്ള അവസ്ഥയുടെ അനുഭവം ഉണ്ടാകുന്നു. ഏക് തോ ചലത്തെ ചലത്തെ ധക്കാവട്ട് അനുഭവ് കർത്തേ. ഒരു അനുഭവം ഇതാണ്, മുന്നോട്ട് പോകെ ക്ഷീണം അനുഭവപ്പെടുന്നു. ദൂസര ചലത്തെ ചലത്തെ ദിൽഷിഗസ്ത് ഹോ ജാത്തെ ഹേ. മറ്റൊരവസ്ഥ ഉണ്ടാകുന്നത് മുന്നോട്ട് പോകെ നിരാശരായി പോകുന്നു. ഔർ ഫിർ ക്യാ സോച്തേ ഹേ. എന്നിട്ട് എന്താ ചിന്തിക്കുന്നേ? എന്ത് ചിന്തയാ കുട്ടികൾക്ക് വരുന്നത്? നാ മാലൂം മനസ്സിൽ പർ കബ് പഹുഞ്ചേങ്കെ. കുട്ടികളുടെ മനസ്സിൽ ക്ഷീണിച്ചിരിക്കുകയല്ലേ, നിരാശരായിട്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ പല വിധമായിട്ടുള്ള വ്യർത്ഥസങ്കല്പങ്ങൾ വരും. ഇങ്ങനെയാ ചിന്ത വരുന്നത്, ഓ അറിയില്ല എപ്പോഴാണ് ഇനി ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. സമയ നസ്ദീക് ഹേ യാ ദൂർ ഹേ. ഇനി ഒത്തിരി ദൂരം പോകാനുണ്ടോ? അടുത്താണോ സമയം? തന്റെ സമ്പൂർണതയുടെ സമയം സമീപത്താണോ, അതോ ഇനിയും കുറെ ദൂരം പോകാനുണ്ടോ? കബ് പ്രത്യക്ഷത ഹോഗി. എപ്പോഴായിരിക്കും ഇനി ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്? അവർ സത്യുഗി സൃഷ്ടിമേ ജാവേങ്കെ. എപ്പോഴാണ് ഇനി സത്യുഗി സൃഷ്ടിയിലേക്ക് പോകാൻ സാധിക്കുന്നത്? ഇത് പ്രവൃത്തിക്ക് ബന്ധൻ കബ് തക് രഹേങ്കെ. ഈ ഗൃഹസ്ഥത്തിന്റെ ഓരോ ഉത്തരവാദിത്തങ്ങളുടെയും ബന്ധനം ഇനി എത്ര കാലം അനുഭവിക്കേണ്ടി വരും? വർത്തമാൻ കി പ്രാപ്തി കോ ഛോഡ് ഭവിഷ്യ കോ ദേഖ്തേ. കുട്ടികൾക്ക് സംഭവിക്കുന്ന ഇതാണ്, വർത്തമാന സമയത്ത് അനുഭവിക്കേണ്ട പ്രാപ്തികളെ ഉപേക്ഷിച്ചിട്ട് കുട്ടികൾ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്താലേ ഭാവിയും ശരിയാവുള്ളൂ. പക്ഷെ അത് ചെയ്യുന്നതിന് പകരം ഭാവിയെ കുറിച്ച് മാത്രം വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രാപ്തി കാ സഹജ സാധൻ. ബാബ കുട്ടികൾക്ക് പ്രാപ്തി നേടുന്നതിനുള്ള സഹജമായ മാർഗത്തെ കുറിച്ച് പറയുകയാണ്. വർത്തമാൻ പ്രാപ്തി കി ലിസ്റ്റ് സദാ സാമനെ രഖോ. കുട്ടികൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ഈ വർത്തമാന സമയത്ത് കുട്ടികൾക്ക് പ്രാപ്തമാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അതിന്റെ ലിസ്റ്റ് എപ്പോഴും കുട്ടികൾ മുന്നിൽ വെക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു സമയമുണ്ട്, വർത്തമാന സമയം. ആ വർത്തമാന സമയത്ത് നമുക്ക് എന്താണോ ഇവിടെ നേടിയെടുക്കേണ്ടത് ആ പ്രാപ്തികളുടെ ലിസ്റ്റ് കുട്ടികൾ മുന്നിൽ വെക്കൂ. ഭാവിയിൽ നേടിയെടുക്കേണ്ടതല്ല, വർത്തമാന സമയത്ത് നേടിയെടുക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് സദാ മുന്നിൽ വെക്കുക. തോ കബ് ഹോഗാ ഇത് ഖതം ഹോക്കർ ഹോ രഹാഹി മേ ആ ജായെങ്കെ. അങ്ങനെ വർത്തമാന സമയത്ത് നേടേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് മുന്നിൽ വെച്ചാൽ എപ്പോ ഇതൊക്കെ സംഭവിക്കും എന്ന ചോദ്യത്തിന് പകരം ആ ചോദ്യം അവസാനിച്ച് പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന അവസ്ഥയിലേക്ക് വരും. ദിൽ ശികസ്ത് ഹോനെ കെ ബജായെ ദിൽ ഖുഷ് ഹോ ജാവേങ്കെ. നിരാശരാകുന്നതിന് പകരം എപ്പോഴും മനസ്സിലൊരു ആനന്ദമുണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും. വർത്തമാൻ സെ കിനാര നഹി കരു. ബാബ പറയുന്നു, വർത്തമാന സമയത്ത് നിന്നും നിങ്ങൾ ദൂരെ അകന്നു പോകരുത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞു, ഭാവി വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ പക്കൽ ആകെയുള്ള സമയം വർത്തമാന സമയമാണ്. അതുകൊണ്ട് ഒരിക്കലും വർത്തമാന സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഭാവിയെ കുറിച്ചുള്ള വ്യാകുലതകളിലോ അതേപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ടുള്ള വേദനകളിലോ കുറ്റബോധത്തിലോ പശ്ചാത്താപത്തിലോ ഒന്നും നമ്മൾ വർത്തമാന സമയത്തെ നഷ്ടപ്പെടുത്തരുത്. മായാക്കി ബെഹാനെ ബാജിക്കോ പഹച്ചാനോ. മായ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ ഒഴിവ് കഴിവിന്റെ കളിയെ കുറിച്ചൊക്കെ കുട്ടികൾ തിരിച്ചറിയൂ. മായ ബഹാനേമേം അപ്നെ ആപ്കോ രാസി കർ ദേത്തി ഹി. മായ എന്താ ചെയ്യുന്നേ? ഒഴിവ് കഴിവ് പറയുന്ന കാര്യത്തിൽ കുട്ടികളെ അങ്ങ് തൃപ്തരാക്കും. കുട്ടികൾ ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് വർത്തമാന സമയത്തെ നഷ്ടപ്പെടുത്തുന്നു. ഇസ്ലിയെ ബാപ്കോ റിച്ചാ നഹി സക്തി. അതുകൊണ്ട് എന്താ, ഒഴിവ് കഴിവ് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ബാബയ്ക്ക് സന്തോഷം ഉണ്ടാവില്ല, ബാബയെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അർത്ഥാത് സഹജ് സാധൻ അപ്നാ നഹി സക്തി ഹോ. അതായത് സഹജമായിട്ടുള്ള ഒരു മാർഗമുണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ. ആ സഹജ മാർഗത്തെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. वरदान के रूप में जो प्राप्ति करनी चाहिए उसके बजाय मेहनत कर प्राप्ति करने में लग जाते हो.
അപ്പൊ വാസ്തവത്തിൽ നമുക്ക് വരദാനത്തിന്റെ രൂപത്തിലാണ് പ്രാപ്തികളെല്ലാം നമുക്ക് കിട്ടുന്നത്. അപ്പൊ വരദാനത്തിന്റെ രൂപത്തിൽ പ്രാപ്തമാക്കേണ്ട കാര്യങ്ങൾ എന്താണോ, പക്ഷെ അത് നമ്മൾ വർത്തമാന സമയത്തെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് സഹജമായിട്ട് വരദാനത്തിന്റെ രൂപത്തിൽ ലഭിക്കുകയില്ല. പകരം വരദാനമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒട്ടും പരിശ്രമമില്ലാതെ ലഭിക്കുക എന്നുള്ളതാണ്. അതിന് പകരം പരിശ്രമിച്ച് പ്രാപ്തി നേടേണ്ടി വരും. അമൃതവേള സമയമാകുമ്പോൾ ബാബ എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു, കുട്ടികൾ ചെല്ലുന്നു, ബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നും കുട്ടികൾക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്നതിന് പകരം അമൃതവേള കഴിഞ്ഞ് ബാക്കി മുഴുവൻ ദിവസവും എത്ര തന്നെ പരിശ്രമിച്ചാലും കുട്ടികൾക്ക് ആ പരിശ്രമത്തിനനുസരിച്ച് ഒരിക്കലും ഫലം ലഭിക്കുകയില്ല. ബാബ പറയണ അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലിയെ അമൃത് വേളയ്ക്ക് സഹജ പ്രാപ്തി की വേള को जानते हुए उसका लाभ उठाओ. അതുകൊണ്ട് അമൃതവേള എന്ന സഹജ പ്രാപ്തി നേടാനുള്ള ഈ സമയത്തെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ലാഭമെടുക്കും. खुले भंडारों से प्रारब्ध की झोली भर लो. ബാബ ഭണ്ഡാരങ്ങളെല്ലാം അമൃതവേളയിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ആ ഭണ്ഡാരങ്ങളാൽ കുട്ടികളുടെ ഭാഗ്യത്തിന്റെ സഞ്ചി നിറയ്ക്കൂ. വരദാത और भाग्य विधाता से अमृत वेले के समय जो तकदीर की रेखा खींचवाने चाहो वह खींचने के लिए तैयार है. ബാബ പറയാണ്, വരദാതാവായ ബാബയിൽ നിന്നും അതേപോലെ ഭാഗ്യവിധാതാവായ ബാബയിൽ നിന്നും അമൃതവേളയുടെ സമയത്ത് കുട്ടികൾക്ക് ഭാഗ്യത്തിന്റെ രേഖ എത്ര വരയ്ക്കണമോ അത്രയും വരപ്പിക്കാൻ കഴിയും ബാബയെ കൊണ്ട്. അത് വരയ്ക്കാൻ ബാബ തയ്യാറാണ് അമൃതവേളയിൽ. അപ്പൊ ബാബ ആ സമയത്ത് വരദാതാവിന്റെ രൂപത്തിലാണ്, ഭാഗ്യവിധാതാവിന്റെ രൂപത്തിലാണ്. ആ സമയത്ത് കുട്ടികളുടെ ഭാഗ്യരേഖ വരയ്ക്കാൻ വേണ്ടി ബാബ ഇരിക്കുകയാണ്. ബാബ പറയുന്നു, ആ സമയത്ത് കുട്ടികൾ ബാബയെ ഉപയോഗിച്ച് തന്റെ ഭാഗ്യരേഖയെ വരയ്ക്കണം. തക്ദീർ കി രേഖ വരദാതാ സെ സഹജ് വ ശ്രേഷ്ഠ ഖീഞ്ച്വാ ലോ. നിങ്ങളുടെ ഭാഗ്യരേഖ ഈ വരദാതാവായ ബാബയെ കൊണ്ട് വളരെ സഹജമായിട്ടും ശ്രേഷ്ഠമായിട്ടും നിങ്ങൾ വരപ്പിച്ചെടുക്കൂ. ഉസ് സമയ യഹ് ഭോലെ ഭഗവാൻ കെ രൂപമേ ഹേ. ബാബ പറയുന്നു, ആ സമയത്ത് ബാബ നിഷ്കളങ്കനായ ഭഗവാന്റെ രൂപത്തിലാണ്. എത്ര നീളത്തിലുള്ള ഭാഗ്യരേഖ വരയ്ക്കണമോ ബാബ വരച്ചു തരും. ലവ്ഫുൾ ഹേ, ആ സമയത്ത് ബാബ സ്നേഹസാഗരത്തിന്റെ രൂപത്തിലാണ്. തോ ലവ് കെ ആധാർ സേ ശ്രേഷ്ഠ ലക്കീർ ഖീഞ്ച്വാലോ. അതുകൊണ്ട് സ്നേഹത്തിന്റെ ആധാരത്തിലൂടെ കുട്ടികൾ തന്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ രേഖയെ ബാബയെ കൊണ്ട് വരപ്പിക്കും. അമൃതവേളയിൽ ജോ ചാഹേ ജിത്തനെ ജന്മോ കെ ലിയെ ചാഹേ. ബാബ പറയാണ്, ഏത് തരത്തിലുള്ള ഭാഗ്യരേഖയാണോ, ഏത് തരത്തിലുള്ള ഭാഗ്യമാ കുട്ടികൾക്ക് വേണ്ടത്, ആ തരത്തിലുള്ള രേഖ വരപ്പിക്കൂ. മാത്രമല്ല എത്ര ജന്മങ്ങളുടെ ഭാഗ്യം വേണം അത്രയും ജന്മങ്ങളുടെ ഭാഗ്യരേഖ വരപ്പിക്കാൻ സാധിക്കും. ഇനിയും ബാബ പറയാണ്, ചാഹേ അഷ്ടരത്നോമേ. കുട്ടികൾക്ക് അഷ്ടരത്നങ്ങളിൽ വരാൻ ആഗ്രഹമുണ്ടോ, താല്പര്യമുണ്ടോ എങ്കിൽ അഷ്ടരത്നങ്ങളിൽ വരാനുള്ള ഭാഗ്യരേഖ വരപ്പിക്കാം. ചാഹേ 108 മാലാമേ, അതോ 108ന്റെ മാലയിലാണോ കുട്ടികൾക്ക് വരാൻ താല്പര്യം എങ്കിൽ 108ന്റെ മാലയിൽ വരുവാനുള്ള തരത്തിലുള്ള ഭാഗ്യരേഖ വരപ്പിക്കാൻ സാധിക്കും. ബാബ പറയുകയാണ്, ബാബ്ദാദാ കി ഖുലി ഓഫർ ഹേ. ബാബ കുട്ടികളോട് തുറന്ന വാഗ്ദാനം നൽകുകയാണ്. കുട്ടികൾക്ക് അഷ്ടരത്നങ്ങളിൽ വരാൻ ആഗ്രഹമുണ്ടോ, അമൃതവേളയിൽ ബാബയിൽ നിന്നും ആ വരപ്പിക്കും, ഭാഗ്യത്തിന്റെ രേഖ വരപ്പിക്കും. ഇനി 108ന്റെ മാലയിലാണ് കുട്ടികൾക്ക് വരാൻ ഉള്ളതെങ്കിൽ അമൃതവേളയിൽ ബാബയെ കൊണ്ട് 108ന്റെ മാലയിലേക്ക് വരുന്നതിനുള്ള ഭാഗ്യരേഖ വരപ്പിക്കൂ. ഇത് സർവശക്തനായ ബാബ നൽകുന്ന തുറന്ന വാഗ്ദാനമാണ്. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഈ വാഗ്ദാനത്തെ ഉപയോഗിക്കാൻ സാധിക്കും. ബാബ നമ്മളെ പറ്റിക്കാൻ പറയുന്നതല്ല. കുട്ടികളെ എങ്ങനെയെങ്കിലും അഷ്ടരത്നങ്ങളാക്കാനോ അല്ലെങ്കിൽ 108ന്റെ മാലയിലേക്ക് എങ്ങനെയെങ്കിലും കുട്ടികളെ കൊണ്ടുവരാനോ വേണ്ടിയിട്ടല്ല ബാബ പറയണത്. ബാബ സർവശക്തനാണ്.
ബാബയ്ക്ക് സാധിക്കും. പക്ഷേ കുട്ടികൾ അതിന് തയ്യാറായി യോഗ്യതയുള്ളവരായി ബാബയുടെ മുന്നിൽ എത്തണം എന്ന് മാത്രം. അതുകൊണ്ടാണ് ബാബ പറയണത്, ഈ അമൃതവേള സമയത്ത് ബാബ ഒരു ഒഫീഷ്യൽ രൂപത്തിലല്ല ഇരിക്കണത്, നിഷ്കളങ്കനായ ഭഗവാനായിട്ടാണ് ബാബ ഇരിക്കുന്നത്. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും തന്റെ ഭാഗ്യരേഖയെ എത്ര നീളത്തിൽ എത്ര ആഴത്തിൽ വരപ്പിക്കണമോ അങ്ങനെ വരപ്പിക്കാൻ സാധിക്കും. ബാബ ഇനി ചോദിക്കാണ്, ഔർ ക്യാ ചാഹി, ഇനി എന്താണ് എന്റെ മക്കൾക്ക് വേണ്ടത്? ബാബയുടെ ചോദ്യമാണ്. ഇത്രയും തുറന്ന ഒരു വാഗ്ദാനം ബാബ നൽകുന്നു. ഇനി എന്തായി കുട്ടികൾക്ക് വേണ്ടത്? മാലിക് ബനോ ഔർ അധികാർ ലോ, നിങ്ങൾ മാലിക്കാവൂ, അധികാരിയാകൂ, അധികാരം എടുക്കൂ. കോയി ഭി ഖജാനെ പർ താലാ ചാബി നഹീ ഹെ, ബാബയുടെ ഒരു ഖജനാവിന്റെ മേലും പൂട്ടും താക്കോലും ഒന്നുമില്ല. മേഹ്നത് കി ചാബി നഹീ ഹെ, പരിശ്രമിച്ച് തുറക്കേണ്ട ഒരു താക്കോലും ബാബയുടെ ഖജനാവുകൾക്ക് വേണ്ടി വരില്ല. नहीं तो फिर सारे दिन में मेहनत को चाबी लगानी पड़ती है. പക്ഷേ അമൃതവേളയിൽ നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നില്ല എങ്കിൽ മുഴുവൻ ദിവസത്തിലും നിങ്ങൾക്ക് ഈ ഖജനാവുകൾ തുറക്കാൻ പരിശ്രമിച്ചിട്ട് താക്കോലൊക്കെ തിരിക്കേണ്ടി വരും. ഉസ് സമയം സിർഫ് ഏക സങ്കല്പ് കരോ. അതേസമയം അമൃതവേളയിലാണെങ്കിൽ ഒരൊറ്റ സങ്കല്പത്തിൽ കൂടി സർവ്വ ഖജനാവുകളും നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. അതായത് അമൃതവേളയിൽ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം ഇതാണ്, ജോ ഭീ ഹും ജൈസി ഭീ ഹും ആപ്കി ഹും. ബാബയുടെ പറയണം, ബാബ ഞാൻ ആരാണോ, ഞാൻ ഏത് തരത്തിലുള്ളതാണോ, പക്ഷെ ഞാൻ ബാബയുടേതാണ്. എന്തെല്ലാം കുറവുകൾ എന്നിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഞാൻ ബാബയുടേതാണ്. എന്റെ കുറവുകളെ എല്ലാം നികത്താനാണ് ഞാൻ ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതെല്ലാം നികത്താൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഞാൻ ബാബയുടേതാണ്. ആ ഉറച്ച നിശ്ചയത്തോടുകൂടി ആ ഒരൊറ്റ ദൃഢസങ്കല്പത്തിന്റെ ആധാരത്തിൽ മുഴുവൻ ഖജനാവുകളുടെയും അധികാരം നമുക്ക് ലഭിക്കും. മായ കി ബാജി കോ പാർ കർ സാത്ത് മേ ആകർ ബൈഠ് ജാവോ. മായയുടെ കളികളെയെല്ലാം അതിജീവിച്ച് നിങ്ങൾ ഓടി വന്ന് ബാബയുടെ അടുത്തിരിക്കൂ. ബസ് അത്രേ വേണ്ടൂ. ഇഹ് മായാക്കി ബാജി സൈഡ് സീൻ ഹെ. ഈ മായയുടെ കളികളെല്ലാം ഉണ്ടല്ലോ, അത് വെറും വഴിയോര കാഴ്ചകൾ മാത്രമാണ്. ഉസ്മേ രുക്നാനഹി, അതൊന്നും കണ്ടിട്ട് നിങ്ങൾ നിന്നു പോവരുത്. മായ ഇങ്ങനെ പല കാഴ്ചകളും കൊണ്ടുവരും കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി. പക്ഷെ അതൊന്നും കണ്ട് കുട്ടികൾ നിന്നു പോവരുത്. അമൃതവേളയിൽ ഒരു കാരണവശാലും മായയുടെ കളികൾ കണ്ട് നിന്നു പോവരുത്. ആ ജാവോ ഔർ ബൈഠ് ജാവോ, നിങ്ങൾ ഓടി വരൂ ബാബയുടെ അടുത്തേക്ക്, ബാബയുടെ അടുത്ത് വന്നിരിക്കൂ. സങ്കൽപ് അവർ ബുദ്ധി അർത്ഥാത് മൻ അവർ ബുദ്ധി ബാപ്കെ ഹവാലെ കർദോ. ഓടി വന്ന് നിങ്ങളുടെ സങ്കല്പവും നിങ്ങളുടെ ബുദ്ധിയും, അതായത് മനസ്സും ബുദ്ധിയും ബാബയെ അങ്ങ് ഏൽപ്പിക്കും. ബാബയുടെ ഉത്തരവാദിത്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇത് കർണാനഹിയാത്ത ഇങ്ങനെ മനസ്സും ബുദ്ധിയും ബാബയെ ഏൽപ്പിക്കാൻ, അതായത് മനസ്സിന്റെയും ബുദ്ധിയുടെ ഉത്തരവാദിത്വം ബാബയെ ഏൽപ്പിക്കാൻ നിങ്ങൾക്കറിയില്ലേ? ബാക്കി ദീ ഹുയി വസ്തു ബാപ്കോ ദേനെ മേ മുഷ്കിൽ ക്യൂ. ബാബ നൽകിയ വസ്തുക്കളെ ബാബയ്ക്ക് തിരിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? കഭി തേരി കഭി ഫിർ മേരി കഹത്തെ ഹോ, ഇസ് തേരി മേരി കെ ചക്രമേ ആ ജാത്തെ ഹോ. ബാബ പറയാണ്, ചിലപ്പോ എന്റേതെന്ന് പറയും, ചിലപ്പോ അങ്ങയുടേതെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റേതും അങ്ങയുടേതും എന്നുള്ള ചക്രത്തിലേക്ക് കുട്ടികൾ വരുന്നു. अमृत वेला हुआ, आंख खुली और सेकंड में जंप लगाकर बाबा के साथ बैठ जाओ. അമൃതവേളയായി കണ്ണു തുറന്നു, സെക്കൻഡിൽ ഒരു ചാട്ടം ചാടി ബാബയുടെ അടുത്ത് പോയിരിക്കും. साथ के कारण जो बाबा के ഖജാനെ സോ ആപ്കെ ഖജാനെ അനുഭവ ഹോങ്കെ. ബാബയുടെ തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ട് ബാബയുടെ പക്കൽ എന്തെല്ലാം ഖജനാവുകളുണ്ടോ, ഗുണങ്ങളുടെയും ശക്തികളുടെയും, അതെല്ലാം സ്വന്തം ഖജനാവാണെന്നുള്ള അനുഭവം ഉണ്ടാകും. നോളജ് കെ ആധാർ പർ നഹി ലേക്കിൻ പ്രാപ്തി കെ ആധാർ പർ. അതായത് ബാബയിൽ എന്തൊക്കെ ഗുണങ്ങളും ശക്തികളും ഉണ്ട് എന്നുള്ള
ജ്ഞാനം കുട്ടികൾക്കുണ്ട്. ജ്ഞാനത്തിന്റെ ആധാരത്തിലല്ല ഈ അമൃതവേളയിൽ അനുഭവം ഉണ്ടാകുന്നത്, പകരം അനുഭവത്തിന്റെ ആധാരത്തിലാണ്. അനുഭവത്തിന്റെ ആധാരത്തിലായിരിക്കണം ഉണ്ടാകേണ്ടത്. अधिकार के तख्त पर बैठे हुए होने कारण अधिकारीपन का अनुभव होगा. അപ്പോ അധികാരത്തിന്റെ സിംഹാസനത്തിൽ സീറ്റിൽ ഇരിക്കുന്നത് കാരണം ആ സർവ ഖജനാവുകളുടെയും അധികാരിയാണ് താൻ എന്നുള്ള അനുഭവം ഉണ്ടാകും. तो बाप खुदा दोस्त के रूप में अधिकार का तख्त ऑफर कर रहे हैं. तो ബാബ, സാക്ഷാത് സർവശക്തനായ ബാബ തന്റെ കൂട്ടുകാരനായിട്ട്, ഭഗവാന്റെ കൂട്ടുകാരനായിട്ട് കുട്ടികളെ കാണുന്നത് കൊണ്ട് അധികാരത്തിന്റെ സിംഹാസനം, സീറ്റ് കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഉഠോ അവർ തഖ്ത് പർ ബൈഠ് ജാവോ, നിങ്ങൾ എഴുന്നേൽക്കൂ, ഉണർന്ന് എഴുന്നേറ്റ് വന്ന് ഈ സിംഹാസനത്തിൽ, സീറ്റിൽ വന്നിരിക്കൂ. थोड़े समय के अधिकार के तख्त निवासी होने से भी जो चाहो वह बना सकते हो. അല്പനേരത്തേക്കെങ്കിലും അധികാരത്തിന്റെ സീറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് ആഗ്രഹിക്കുന്നതൊക്കെ ആയിത്തീരാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. जैसे हद के राजा थोड़े समय की राजाई क्या अधिकार में नहीं कर लेते. ഇപ്പൊ ലോകത്തിലെ രാജാക്കന്മാരുണ്ട്, വിനാശി രാജാക്കന്മാർ, അതായത് അല്പകാലത്തേക്ക് രാജാവാകുന്നവരുണ്ട്. അവർക്ക് അവരുടെ സീറ്റിലിരിക്കുമ്പോൾ ആ അധികാരത്തെ അവർ ഉപയോഗിക്കാറുണ്ട്. അവരാഗ്രഹിക്കുന്നത് പോലെ ആ അധികാരത്തെ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടാറുണ്ട്. अब बेहद तक नशीन इस गोल्डन समय पर वर्तमान समय सहज ही अपनी गोल्डन एज स्थिति बना सकते हो. അപ്പോ സാധാരണ വിനാശി രാജാക്കന്മാർക്ക് പോലും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ സിംഹാസനത്തിലിരുന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ബാബ പറയുന്നു ഇവിടെ ഈ പരിധിയില്ലാത്ത സിംഹാസനത്തിലിരിക്കുന്ന കുട്ടികൾക്ക് ഈ സുവർണാവസര സമയത്ത്, ബാബ പറയുന്നു വർത്തമാന സമയത്ത് വളരെ സഹജമായി തന്നെ തന്റെ സത്യയുഗത്തിലെ സുവർണ യുഗത്തിന്റെ സ്ഥിതി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. और भविष्य गोल्डन एज दुनिया में श्रेष्ठ पद प्राप्त कर सकते हो. മാത്രമല്ല ഇപ്പോൾ ഈ സമയം ഈ അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ ഭാവിയിൽ സ്വർണിമ യുഗത്തിൽ ശ്രേഷ്ഠ പദവിയും പ്രാപ്തമാക്കാൻ സാധിക്കും. സമച്ച സഹജ പുരുഷാർത്ഥ കാ സമയ और സഹജ സാധൻ. ബാബ ചോദിക്കുന്നു, കുട്ടികൾക്ക് സഹജമായ പുരുഷാർത്ഥത്തിന്റെ സമയത്തെക്കുറിച്ചും സഹജമായ മാർഗത്തെക്കുറിച്ചും മനസ്സിലായോ? फिर सहज को छोड़ मुश्किल में क्यों जाते हो. എന്നിട്ടും നിങ്ങൾ എന്താണ് ഈ സഹജ മാർഗത്തെ ഉപേക്ഷിച്ച് പരിശ്രമത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നത്? അബ് സഹജ പുരുഷാർത്ഥി ബനേങ്കെ യാ മുഷ്കിൽ. ബാബ ചോദിക്കുന്നു, ഇപ്പോ നിങ്ങൾ ഇനിയും സഹജ പുരുഷാർത്ഥിയായിട്ട് മാറുമോ അതോ കഷ്ടപ്പെടുന്നവരായിട്ട് മാറുമോ? ജബ് ബാപ് സഹജ് മിലാത്തോ മാർഗ് മുഷ്കിൽ കൈസേ ഹോഗ. അപ്പൊ ബാബയെ എത്ര സഹജമായിട്ടാ കിട്ടിയത് കുട്ടികൾക്ക്, പിന്നെ ബാബയെ ഇത്ര ഈസി ആയിട്ട് കിട്ടിയെങ്കിൽ പിന്നെ മാർഗം പ്രയാസമുള്ളതാകുമോ? എങ്ങനെയാകും? സഹജ പുരുഷാർത്ഥി ബനോ. കുട്ടികൾ സഹജ പുരുഷാർത്ഥിയായി മാറും. മുഷ്കിൽ കാ നാം നിശാൻ ഖതം കരോ. പ്രയാസത്തിന്റെ, കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും പേരും അടയാളവും വരെ അവസാനിപ്പിക്കൂ. तो दुनिया की मुश्किलातों को खत्म कर सकेंगे. അങ്ങനെ സ്വന്തം മാർഗത്തിലെ കഷ്ടപ്പാടുകൾ, കഷ്ടതകൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ കഷ്ടതകളെ അവസാനിപ്പിക്കുവാൻ സാധിക്കും. അപ്പൊ സ്വന്തം കഷ്ടതകളെ അവസാനിപ്പിക്കുന്നവർക്ക് മാത്രമേ ലോകത്തിന്റെ കഷ്ടതകളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അവസാനിപ്പിക്കുവാൻ സാധിക്കുള്ളൂ. ഐസേ സദാ അധികാരി, ഇങ്ങനെ സദാ അധികാരികളായ തക്നഷീൻ സിംഹാസനധാരികളായ മായാ കി ബാജി സേ അപ്നെ കോ സദാ പാസ് രഖ്നെ വാലെ, മായയുടെ എല്ലാ കളികളിൽ നിന്നും സ്വയത്തെ മാറ്റിവെക്കുന്ന
സദാ ബാപ്കെ രാസോങ്കോ ജാനേ വാലെ, സദാ ബാബ നൽകുന്ന, ബാബയുടെ എല്ലാ രഹസ്യങ്ങളെയും അറിയുന്ന, മേഹ്നത് ശബ്ദക്കോ മുഹബത്ത് മേ പരിവർത്തൻ കർണേ വാലെ, പരിശ്രമം എന്നുള്ള വാക്കിനെ പ്രേമം എന്നുള്ള വാക്കിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന, ദിൽ ശികസ്ത് കെ ബദലെ ദിൽ ഖുഷ് രഹ്നെ വാലെ, നിരാശരാകുന്നതിന് പകരം പ്രസന്ന ചിത്തരായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന, അപ്പനെ ദിൽ ഖുഷ് സെ ജഹാൻ കോ ഖുഷ് കർണേ വാലെ, സ്വന്തം സന്തോഷത്തിലൂടെ പ്രസന്നമായിട്ടുള്ള അവസ്ഥയിലൂടെ ലോകത്തെ സന്തോഷിപ്പിക്കുന്ന, ഐസെ സദാ ബാബാക്കെ സാത്ത് രഹ്നെ വാലെ, ഇങ്ങനെ സദാ ബാബയോടൊപ്പം വസിക്കുന്ന, സർവശ്രേഷ്ഠ ആത്മാവുങ്കോ, ബാബയോടൊപ്പം വസിക്കുന്ന സർവശ്രേഷ്ഠരായ ആത്മാക്കൾക്ക് ബാപ് ദാദാക്ക യാദ് പ്യാർ ഔർ നമസ്തേ, ബാപ് ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. അതാണ് അമൃതവേളയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ബാബ പറയണത്. ബാബ നമുക്ക് തുറന്ന വാഗ്ദാനം നൽകുകയാണ്. അഷ്ടരത്നങ്ങളിൽ വരണമെങ്കിൽ അഷ്ടരത്നങ്ങളിൽ വരാം, 108ന്റെ മാലയിൽ വരണമെങ്കിൽ 108ന്റെ മാലയിലും വരാം. അമൃതവേളയെ വിധിപൂർവം ഉപയോഗിച്ച് വിധിപൂർവം പുരുഷാർത്ഥം ചെയ്താൽ ആർക്കും ഏത് ഉയർന്ന തലത്തിലേക്കും പദവിയിലേക്കും വരുവാൻ സാധിക്കും എന്നാണ് സത്യസ്വരൂപനായ ബാബ പറയുന്നത്. ഓം ശാന്തി.